എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികളും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല സംശയങ്ങളാണ്. 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടും അലോട്ട്മെൻറ്റ് എടുക്കാതെ പോയവർക്ക് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുമോ? മറ്റേതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അഡ്മിഷൻ, റിസൾട്ട്, അലോട്ട്മെൻറ്റ് കാര്യങ്ങളെല്ലാം സംബന്ധമായ വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഉറപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടെങ്കിൽ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലിൽ സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചു. ഇന്നലെ രാത്രിയോടെ തന്നെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിച്ചവർക്കും അഡ്മിഷൻ ലഭിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഫസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഈ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷ നൽകാൻ സാധിക്കില്ല. ഇനി മറ്റേതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്കും മറ്റേതെങ്കിലും കോട്ടകൾ, അതിപ്പം മാനേജ്മെൻറ്റ് കോട്ടയായിക്കോട്ടെ, കമ്മ്യൂണിറ്റി കോട്ടയായിക്കോട്ടെ, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളായിക്കോട്ടെ, നിങ്ങൾക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഈ 3 അലോട്ട്മെൻറ്റുകളിലും ഏതെങ്കിലും സ്കൂളിലും കോഴ്സിലും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കൊടുക്കാൻ സാധിക്കില്ല. മറ്റേതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.